ഹായ്, ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് നാളെ ഓശാന ഞായറാഴ്ചയല്ലേ. കർത്താവിൻ്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തെയാണ് ബൈബിളിൽ ഓശാന എന്ന ഭാഗങ്ങളായിട്ട് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോയി ഒരു കഴുതക്കുട്ടിയെയും അതിൻ്റെ കുഞ്ഞിനെയും കെട്ടിയിരിക്കുന്നത് അഴിച്ചുകൊണ്ട് വരിക. ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. പിന്നെ പറയുന്നുണ്ട്, ആരും ഇരിക്കാത്ത കഴുതക്കുട്ടിയെ വേണം കൊണ്ടുവരാനെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു രാജകീയ പ്രവേശനമല്ലേ ജെറുസലേമിലുള്ള ഈശോയുടെ പ്രവേശനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാജകീയ പ്രവേശനമാണ്. അതായത് കഴുതപ്പുറത്ത് തുണികൾ വിരിച്ച് അതിൻ്റെ മുകളിൽ ഈശോ ഇരുന്ന് വീഥികളിലുടനീളം വസ്ത്രങ്ങൾ വിരിച്ച് അതുപോലെ വൃക്ഷത്തിൻ്റെ ചില്ലകൾ വെട്ടി നിരത്തി എല്ലാവരും മാർപ്പ് വിളിച്ചു, സൈന്യങ്ങളുടെ കർത്താവിന് ഓശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഇതൊക്കെ നമ്മൾ ബൈബിളിൽ കാണുന്ന ഭാഗങ്ങളല്ലേ. അപ്പോൾ ഓശാന ഞായറാഴ്ചത്തെ ഒരു ചിന്തയായിട്ട് എന്നിലേക്ക് തന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് അന്നത്തെ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിനെ ഒരു രാജകീയ പ്രൗഢിയല്ലേ. കഴുതപ്പുറത്ത് ഈശോ ഇരുന്ന് ചുറ്റും ആർപ്പുവിളികളും ആരവങ്ങളും. അപ്പോൾ ആ ദിവസത്തിൻ്റെ സന്തോഷം അതേപടി ഈശോയിൽ നമ്മൾ കാണുന്നുണ്ട്. ആളുകൾ ഈശോയെ സൈത്തിൻ കൊമ്പുകളും കൊണ്ട് ആരവം, അതായത് ആളുകളുടെ ആരവമാണ് അവിടെ മുഴുവൻ മുഴങ്ങി കേൾക്കുന്നത്. സന്തോഷങ്ങളുടെ ആരവമാണ് ആ ഓശാന ഞായറാഴ്ച ആ വീഥികളിലും ആ ഓശാന ഞായറാഴ്ചത്തെ ദിനങ്ങളിലും മുഴുകി കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലായിട്ട് തന്ന ഒരു ചെറിയ തോട്ടാണ്. അതായത് അന്നത്തെ ദിവസം ഈശോയുടെ ജീവിതത്തിലെ ഉയർച്ചകളെയാണ് അവിടെ പ്രതിധ്വനിക്കുന്നത്. അതായത് സന്തോഷങ്ങളും ആർപ്പുവിളികളുമെല്ലാം ഒരാളുടെ വിജയത്തിൻ്റെ സൂചനകളല്ലേ ശരിക്കും കാണിക്കുന്നത്, അതിനകത്ത് പ്രതിപാദിച്ച് കാണിക്കുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഈ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം കഴിഞ്ഞിട്ടാണ് ഈശോ പാപികളുടെ കൈകളിൽ, മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള ഇത് പിന്നീടാണ്. അതായത് ഈ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം കഴിഞ്ഞാണ് ഈശോയുടെ കുരിശുമരണവും അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ബൈബിളിൽ കാണുന്നത്. അപ്പോൾ ഈശോയ്ക്ക് അറിയാമായിരുന്നു മുന്നോട്ടുള്ള ഈശോയുടെ ജീവിതം എന്താകുമെന്നും അല്ലെങ്കിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം ഈശോയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ അതെല്ലാം അന്നത്തെ ദിവസം ഈശോ ഓർക്കുന്നുണ്ടോ? അതിൻ്റെ ഒരു പരിഭവമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആകുലതയോ ഉത്കണ്ഠയോ എന്തെങ്കിലും ഈശോയുടെ മുഖത്ത് നമുക്ക് നമ്മൾ പിക്ചറിലും അങ്ങനെ ഓരോ ജീസസ് ഫിലിമിലൊക്കെ അതിലിങ്ങനെ വ്യക്തമായിട്ട് ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഈശോയുടെ അന്നത്തെ ആ ഒരു ദിവസം, അതായത് വരാൻ പോകുന്ന ദുരിതങ്ങളെയല്ല ഈശോ അവിടെ മുന്നിൽ കണ്ടത്. മനുഷ്യൻ, അതായത് നമ്മുടെ ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ, അല്ലെങ്കിൽ ദൈവത്തിന് ചുറ്റുമുള്ളവർ ഈശോയ്ക്ക് കൊടുത്ത ആ ഒരു എന്താ പറയുക, രാജകീയ പ്രൗഢി, അല്ലെങ്കിൽ അവരുടേതായ സാഹചര്യങ്ങളിൽ നിന്ന് അവർ ഈശോയ്ക്ക് വേണ്ടി ഒരുക്കിയ ആ ഒരു സന്തോഷത്തിൻ്റെ കാര്യങ്ങളാണ് ഈശോയെ കൂടുതൽ സ്പർശിച്ചത്. അതായത് വരാൻ പോകുന്ന സങ്കടങ്ങളെ ഈശോ ഓർത്തില്ല, അല്ലെങ്കിൽ വരാൻ പോകുന്ന ദുരിതങ്ങളെ ഈശോ ഓർത്തില്ല. മനുഷ്യൻ ഈശോയ്ക്ക് എന്തു ചെയ്തു കൊടുത്തോ അത് അതേപടി ഈശോ അവിടെ സ്വീകരിക്കുമായിരുന്നു ചെയ്തത്. ഈശോയ്ക്ക് അറിയാം, ഈ ആളുകൾ തന്നെയാണ്, ഈ വീഥികളിലൂടെ തന്നെയാണ് നാളെ ഞാൻ കുരിശും കൊണ്ട് നടന്നു പോകേണ്ടത്. അപ്പോൾ ആരൊക്കെ അവിടെ കാണുമെന്നുള്ളതൊക്കെ ഈശോയ്ക്ക് അറിയാമായിരുന്നു. അപ്പോൾ സന്തോഷവാനായ, നാളത്തെക്കുറിച്ച് ആകുലതകളില്ലാത്ത, അല്ലെങ്കിൽ നാളെയുടെ താഴ്ചകളെക്കുറിച്ച് ആകുലതകളില്ലാത്ത ഒരു ഈശോയെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതായത് ആ ദിവസത്തിൻ്റെ സന്തോഷം, അതായത് തങ്ങളുടെ രാജാവിന് അവർ ജൈവിളികളും ആർപ്പുവിളികളും മുഴക്കുന്നതിനോടൊപ്പം ഈശോയും ആ സന്തോഷത്തിൽ പങ്കുചേരുവാണ് ചെയ്തത്. അവർ കൊടുത്ത ഈശോയ്ക്ക് കൊടുത്ത സ്നേഹം
ഈശോ സ്വീകരിക്കുവാണ് ചെയ്തത്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഈശോ എന്താ പറയുക, കുരിശിൻ്റെ വഴിയിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ഓശാന പാടി എതിരേറ്റവരും ഇന്ന് എവിടെ എന്നൊക്കെ നമ്മൾ കുരിശിൻ്റെ വഴിയിൽ പ്രാർത്ഥിച്ച് വായിക്കുന്നുണ്ട്. അപ്പോൾ ഈശോയ്ക്ക് അറിയാമായിരുന്നു ഈ വീഥികളിലൂടെ തന്നെയാണ് നാളെ ജനങ്ങൾ എന്നെ പരിഹസിക്കുന്നതും അല്ലെങ്കിൽ എനിക്ക് കുരിശുമരണം ചുമന്ന് നടന്ന് നീങ്ങേണ്ടതും ഈ വീഥികളിലൂടെയാണെന്ന് ഈശോയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തരുന്ന ഒരു വലിയ മാതൃക എന്താ? ഉയർച്ച താഴ്ചകളിൽ, അതായത് ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ അതേപടി സ്വീകരിച്ച ഒരാളാണ് നമ്മുടെ ദൈവം. അതായത് ഉയർച്ചകളിൽ ദൈവം മതിയായി സന്തോഷിക്കുകയും താഴ്ചകൾ ദുഃഖിക്കാതിരിക്കുകയും ചെയ്ത ഒരു ദൈവത്തിൻ്റെ മാതൃകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുകരിക്കേണ്ടത്. അതായത് നാളെയുടെ വേദനകളെക്കുറിച്ചല്ല ഈശോ കൂടുതലും നാളെയുടെ വേദനകളിൽ ഈശോ ആകുലപ്പെട്ടിട്ടില്ല. ഇന്നിൻ്റെ സന്തോഷങ്ങളിൽ ഈശോ അതാത് ദിവസത്തെ സന്തോഷങ്ങളിൽ ഈശോ ജീവിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് ഓരോരുത്തരോടും ഈശോ പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിലും ഉയർച്ച താഴ്ചകളെല്ലാം ഉണ്ട്. അപ്പോഴെല്ലാം ഈശോയുടെ ഈ ഒരു മനോഭാവം, അതായത് താഴ്ചകളെ സ്വീകരിച്ച ഒരു ദൈവമാണ് നമുക്കുള്ളത്, വേദനകളെ സ്വീകരിച്ച ഒരു ദൈവമാണ് നമുക്കുള്ളത്. അപ്പോൾ ആ ഈശോ പിതാവിനോട് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളിൽ നമുക്കും നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയണം. ഈശോയെ, ഈ താഴ്ചകളിൽ എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള, അല്ലെങ്കിൽ ഈശോയെ ഈ ഉയർച്ചകളിൽ നിനക്ക് നന്ദി പറയുവാനുള്ള ഒരു ഹൃദയം, ഈ താഴ്ചകളിൽ നിന്നെ വിളിച്ചപേക്ഷിക്കാനുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമേ എന്ന് ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും ഓശാന ഞായറാഴ്ചയുടെ മംഗളങ്ങൾ നേരുന്നു. ഇനി ഇതുപോലുള്ള ടോപ്പിക്കുകളുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരേക്കും ബൈ ബൈ.